ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. റവ കൊണ്ട് റവ മസാല പുട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ട് തന്നെയാണ് നമ്മുടെ റവ മസാല പുട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നല്ല ആവി വറക്കുന്ന പുട്ട് മസാലയൊക്കെ ചേർത്ത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇത് റവയാണ്, സാധാ അരി മാവൊന്നും ഇല്ലാതെ റവ ചേർത്തുള്ള പുട്ടാണ്. ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണിത്. എല്ലാവർക്കും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് ഏതെങ്കിലും ഓയിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. മസാലയുടെ അളവ് അനുസരിച്ച് വേണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടി. അതിലോട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിലോട്ട് ഒരു 3 സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പുട്ട് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാനും രാവിലെ കഴിക്കാനും ഒക്കെ വളരെ സിമ്പിളായിട്ട് വേറുള്ള കറി ഒന്നും ചെയ്യാതെ ഒരുമിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലെ പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോയാണ്. ടൊമാറ്റോയൊക്കെ ഓപ്ഷനിലാണ്, പക്ഷേ ടൊമാറ്റോയിൽ ചെറിയൊരു പുളിപ്പൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ മസാലയിലൊക്കെ അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ടൊമാറ്റോ ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അടുത്തതായി ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും, ഓപ്ഷനിലാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് കുഴഞ്ഞ് വന്നാൽ മതിയാകും. ഇനി നമുക്ക് ഇതിലോട്ട് ഇറച്ചിയോ മുട്ടയോ മീനോ ഏതെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം. അതൊന്നും ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് പൊടിയൊക്കെ ചേർത്ത് ഇത് ഇത്രയും മസാലയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാനൊന്ന് മൊരിഞ്ഞ് അതായത് ഫ്രൈ ആക്കിയ ചിക്കൻ കുറച്ചുള്ളത് കൊണ്ട് അത് ഞാൻ ഇതിലോട്ട് കുറച്ച് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, അത്രയും ഇല്ല, അതിനേക്കാൾ കുറച്ച് അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി. പിന്നെ അതേ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്കത് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് പെരിഞ്ജീരകമാണ്. വലിയ ജീരകപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാല ആവശ്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മസാലയ്ക്ക് നമ്മുടെ ഗരം മസാലയൊക്കെ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ കുറച്ച് ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ. അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ആണ് പൊടികളൊക്കെ ചേർക്കാനുള്ളത്. അതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടാവണം. ചിക്കനിലോട്ട് ഈ പൊടികളൊക്കെ ഒന്ന് ചേരണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കറിവേപ്പില, മല്ലിയില അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റവ തയ്യാറാക്കിയെടുക്കാം. റവ നമ്മൾ എങ്ങനെയാണ് ഇത് പുട്ടാക്കി എടുക്കണേന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ നമുക്ക് ആവശ്യമുള്ള റവ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് റവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ പാൻ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഏറ്റവും ലോയിൽ ആദ്യം പാൻ ഒന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തത് നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു മണം ആകുമ്പോൾ തന്നെ അതൊന്ന് മാറ്റുക. ഒരു 5 മിനിറ്റിനകത്ത്, 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ചൂടായി കിട്ടും. മറ്റൊരു പ്ലേറ്റിലോട്ട് വെച്ചതിന് ശേഷം അതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. തണുത്തതിന് ശേഷമാണ് നമ്മളിത് പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത റവ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാനൊരു 2 കപ്പ് മറ്റൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പുട്ടിൻ്റെ മാവാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ അത് നോക്കി ചേർക്കുക. ഇപ്പോൾ മാവൊക്കെ ആണെങ്കിൽ കുറച്ച് ഉപ്പ് അധികം പിടിക്കും. നമുക്ക് റവയൊക്കെ ആകുമ്പോൾ ഉപ്പ് കുറച്ച് മതിയാകും. അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്ത് റവ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സാധാ പച്ചവെള്ളം ഉപയോഗിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് പുട്ടിൻ്റെ മാവ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ അതിന് മുന്നേ കുറച്ച് അധികം വെള്ളം ഒഴിച്ചാലും ഇത് നല്ലതുപോലെ ഒന്ന് നനഞ്ഞ് കിട്ടും. ഒരു 5 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തുറ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് പരുവം. നമ്മൾ മുറുക്കി എടുക്കുമ്പോൾ അത് മുറുകിയിരിക്കണം. ആ ഒരിത് നമ്മൾ ഉരുള പിടിക്കുമ്പോൾ ഇരിക്കണം. അതാണ് പരുവം ഇതിൻ്റെ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് സമയമൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയമായപ്പോൾ തന്നെ നമുക്ക് മാവൊക്കെ നല്ല പരുവത്തിന് ആയിട്ടുണ്ട്. നമ്മുടെ റവ നല്ലതുപോലെ നനഞ്ഞ് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും റവയുടെ ഈ മാവും മാത്രമായിട്ട് നമുക്ക് പുട്ടവിച്ച് അത് വെറും പഞ്ചസാര മാത്രം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇത് ഞാൻ മസാല ചേർത്താണ് നല്ല സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്യാം. ഈ റവയും തേങ്ങയും മാത്രം ചേർത്ത് പുട്ടവിച്ചിട്ട് നമുക്കത് പഞ്ചസാര കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മധുരം ആവശ്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് ഇതുപോലുള്ളൊരു മസാല തയ്യാറാക്കുക. അപ്പോൾ ഞാൻ തേങ്ങയും മാവും ചേർത്തതിന് ശേഷം കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ രീതിയിൽ പുട്ടവിച്ചെടുക്കുന്നത് പോലെ നമുക്ക് മസാലയുടെ അളവൊക്കെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് മാവ്, തേങ്ങയൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ കൂടുതലൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ മിക്സും ആക്കിയെടുക്കാം. വീണ്ടും ഞാൻ കുറച്ച് നമ്മുടെ റവയുടെ തുറ ആയിട്ടുണ്ട്. കുറച്ച് കട്ടയായിട്ട് ഇരുന്നതാണ്. കുറച്ച് സമയം വെച്ചിരിക്കുമ്പോൾ ഞാനൊരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് മാവ് കറക്റ്റ് പരുവമായി കിട്ടിയത്. അപ്പോൾ വെള്ളം കുറച്ച് അധികം ആവും റവ ആയതുകൊണ്ട്. പിന്നെ നമുക്കിത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ ഇത് ആവിയൊക്കെ കയറി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ചധികം തേങ്ങയൊക്കെ ഇട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റായിട്ട് നമുക്ക് ഈ പുട്ട് കഴിക്കാൻ പറ്റും. എളുപ്പമാണ്. നമുക്കിതിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല പുട്ടിൻ്റെ കൂട്ടെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതാണ്ട് ഇതുപോലെ ഞാനൊരു പുട്ടുകലത്തിലോട്ട് പുട്ട് കുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി ഇതുപോലെ വന്നതിന് ശേഷവും കുറച്ച് സമയം നിങ്ങൾ വെച്ചതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവൂ. അങ്ങനെ ഇത് ആവി വന്ന് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മസാല പുട്ടുകളൊക്കെ തയ്യാറാക്കണമെങ്കിൽ വാഴയിലയിൽ തയ്യാറാക്കുന്നത് വളരെ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് സമയം വാഴയിലയെ കൊണ്ട് ഇതുപോലെ ഒന്ന് ചൂട് പുട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിൽ വാഴയില ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി വാഴയിൽ വെച്ച് കഴിച്ച് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ മസാല പുട്ട് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. മസാല താല്പര്യം ഇല്ലാത്തവർക്ക് വെറുതെ തേങ്ങയും നമ്മുടെ റവയുടെ കൂട്ടും വെച്ച് പഞ്ചസാര കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ കൂടുതൽ ദിവസങ്ങളിൽ ഇതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായി തയ്യാറാക്കുന്നതാണ് പഞ്ചസാരയും റവയും തേങ്ങയായിട്ടുള്ള ആ പുട്ട്. അത് തയ്യാറാക്കുമ്പോൾ ആ മാവിലോട്ടും കൂടി, അതായത് റവയുടെ മാവുണ്ടല്ലോ അതിലോട്ട് കൂടി കുറച്ചധികം തേങ്ങ ഇട്ട് മിക്സാക്കിയിട്ട് നമ്മളത് പുട്ടുകുറ്റിയിലോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കിയിടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.